ഇങ്ങനെ തുടങ്ങി ഓരോരുത്തരോടും പറയുന്ന ഓരോ വാക്കുകളും തിരുത്തപ്പെടേണ്ടി വന്നിട്ടില്ല. എല്ലാം നടക്കുന്നൊരവസ്ഥയിലാണ് ഷേഖുനക്കുള്ളത്. സുബ്ഹാനല്ലാഹ്. ഈ അടുത്ത് ഒരാളുമായി ബന്ധപ്പെട്ടപ്പോൾ അദ്ദേഹം പറയാണ്, അദ്ദേഹം ഖത്തറിലേക്ക് ഒരു വിസ വന്നു. മുതഅല്ലിമായി പഠിക്കുന്ന കാലത്ത് ഇന്ന് അദ്ദേഹം ഉസ്താദാണ്, ഒരു സ്ഥാപനം നടത്തുന്നുണ്ട്. ആ മനുഷ്യൻ ഖത്തറിലേക്ക് വിസ വന്നു. ജ്യേഷ്ഠനാണ് ഖത്തറിൽ നിന്നും വിസ അയക്കുന്നത്. ആ വിസ വന്നു എന്ന് റെഡിയായി എന്നുള്ള വിവരം വരികയും അങ്ങനെ റെഡിയായാൽ പിന്നീടത് ബോംബെയിൽ ചെന്നുകൊണ്ട് ബാക്കി കാര്യങ്ങളൊക്കെ ശരിയാക്കി അവിടെ നിന്ന് കയറിപ്പോക്കാണ്. അങ്ങനെ കുടുംബക്കാരോടൊക്കെ യാത്ര പറഞ്ഞ്, എല്ലാവരോടും യാത്ര പറഞ്ഞ് ദർസിൽ നിന്നും പിരിഞ്ഞു വന്നു, വീട്ടിലേക്കെത്തി, എല്ലാവരോടും യാത്ര പറഞ്ഞ് ഖത്തറിലേക്കുള്ള ഒരുക്കത്തിലാണ്. അങ്ങനെ അതിൻ്റെ ഇടയിൽ നിർദ്ദേശം പലരും പറഞ്ഞ പ്രകാരം ഷേഖുനുണ്ടല്ലോ മടവൂർ സി.എം. വലിയുള്ളാഹി തങ്ങൾ കോഴിക്കോട്, ഓരോടും ചെന്നൊന്ന് പറയാം, ബറക്കത്ത് നേടാം. പലരും ഗൾഫിൽ പോകുമ്പോൾ അങ്ങനെ പറയാറുണ്ട്, പലർക്കും പല നിർദ്ദേശങ്ങൾ കൊടുക്കാറുണ്ട്, അതനുസരിച്ച് നടക്കാറുമുണ്ട്. അങ്ങനെ ഈ ഉസ്താദും മുതഅല്ലിമാകുന്ന അദ്ദേഹം ആ ഷേഖുനയുടെ ചാരത്തേക്ക് പോവുകയാണ്. എന്നിട്ട് പറഞ്ഞു, വിസ വന്നിട്ടുണ്ട്, ജ്യേഷ്ഠനാണ് അയച്ചത്, ഖത്തറിലേക്കാണ് വിസ, ഞാൻ പോവുകയാണ്. ഉടനെ സുബ്ഹാനല്ലാഹ്, ഷേഖുനയുടെ വാക്ക്, ഖത്തറിലേക്ക് വിസ ഇല്ല. പടച്ചോനെ, വിസ റെഡിയായി എന്നുള്ള കത്ത് ജ്യേഷ്ഠൻ അയച്ചിട്ടുണ്ട്, ഒരുങ്ങിയിട്ടുണ്ട്, ഇനി ബോംബെയിലേക്ക് പോകാനേ ബാക്കിയുള്ളൂ. ആ സമയത്താണ് പറയുന്നത് ഖത്തറിലേക്ക് ഇനി വിസ ഇല്ല. വല്ലാത്ത പ്രയാസം. ഷേഖുനയുടെ ആ നാവിൽ നിന്നും എല്ലാ ഒരുക്കങ്ങളും ഒരുങ്ങി യാത്രകൾ മുഴുവനും പറഞ്ഞു. ഇനി ഷേഖുനയോട് പറഞ്ഞ് അടുത്ത ദിവസം തന്നെ ബോംബെയിലേക്ക് തിരിക്കേണ്ട ഈ മനുഷ്യൻ ഖത്തറിലേക്ക് വിസയില്ലെന്നു പ്രയാസപ്പെട്ടപ്പോൾ ഷേഖുന ആ മുതഅല്ലിമിനെ അടുത്തെങ്ങും അണച്ചുകൂട്ടിയിട്ട് പറഞ്ഞു, പേടിക്കണ്ട, കുവൈത്തിലേക്കൊരു വിസ വരും, അതിന് പോകാം. കുവൈത്തിലേക്കൊരു വിസ വരും, അതിന് പോകാം. ഖത്തറിലേക്ക് വിസയില്ലെന്ന് പറഞ്ഞ് പ്രയാസപ്പെട്ടപ്പോൾ പറഞ്ഞത് കുവൈത്തിലേക്കൊരു വിസ വരും. തിരിച്ച് വീട്ടിലേക്ക് വന്നു. അങ്ങനെ നിൽക്കുമ്പോഴാണ് അടുത്ത ദിവസം തന്നെ ജ്യേഷ്ഠൻ അറിയിക്കുന്നത് അനുജനോട് വിസ ക്യാൻസലായി പോയിട്ടുണ്ട്. പടച്ചോനെ, ക്യാൻസലാകുന്നതിൻ്റെ ദിവസങ്ങൾക്ക് മുന്നേ ഷേഖുന് ഇവിടുന്ന് പറയുകയാണ്, വിസ ക്യാൻസലായി പോയിട്ടുണ്ട്. അങ്ങനെ ആ നിരാശയായി നിന്നു. പിന്നീട് സുബ്ഹാനല്ലാഹ്, ജ്യേഷ്ഠന് ആ ഖത്തർ ഒഴിവാക്കി നാട്ടിലേക്ക് വന്നു. ജ്യേഷ്ഠൻ നാട്ടിലിങ്ങനെ ജീവിക്കുമ്പോൾ ഒരു വിസ സൗദിയിൽ നിന്നും വരികയായി. ഈ മുതഅല്ലിമിനാണ് വരുന്നത്. മുതഅല്ലിമിന് സൗദിയിൽ നിന്നാണ് വന്നത്. ഷേഖുന പറഞ്ഞത് കുവൈത്തിലേക്കൊരു വിസ ഉണ്ടെന്നാ, വരുന്നത് സൗദിയിൽ നിന്നാണ്. ആ സൗദിയിൽ നിന്നും വരുന്ന വിസ ഈ അനുജനാകുന്ന മുതഅല്ലിം പോയില്ല. കാരണം ജ്യേഷ്ഠനുണ്ടല്ലോ, വിസ ക്യാൻസലായി വന്നിട്ടുണ്ടല്ലോ, അപ്പം ജ്യേഷ്ഠനെ പറഞ്ഞേക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ ജ്യേഷ്ഠനെ പറഞ്ഞേക്കാൻ വേണ്ടി തീരുമാനിച്ചു. ആ വിസ ജ്യേഷ്ഠന് കൊടുത്തു. ജ്യേഷ്ഠൻ ബോംബെയിൽ നിന്ന് ഇതുപോലെ എമിഗ്രേഷൻ മറ്റേ കാര്യങ്ങളൊക്കെ ഫയലുകളൊക്കെ റെഡിയാക്കി പോകാൻ വേണ്ടി ബോംബെയിലേക്ക് തിരിക്കുമ്പോൾ കൊണ്ടാക്കാനും ഹെൽപ്പ് ചെയ്യാനും അനിയനാകുന്ന ഈ മുതഅല്ലിമും പോവുകയാണ്. പോയിട്ട് ബോംബെയിൽ നേരെ ചെന്ന് അവിടുന്ന് ജ്യേഷ്ഠനെ സൗദിയിലേക്ക് പറഞ്ഞേക്കുന്ന സമയത്തതാ ഒരാൾ വന്നിട്ട് ഇങ്ങോട്ട് വന്ന് ചോദിക്കുന്നു, നിങ്ങൾ ഗൾഫിലേക്ക് പോകാൻ ഉദ്ദേശിക്കുന്നുണ്ടോ? ആ ഉണ്ട്. എന്നാൽ കുവൈത്തിലേക്കൊരു വിസ ഉണ്ട്, നിങ്ങൾ പോകുന്നോ എന്ന് ചോദിച്ചു. പടച്ചോനെ, ഷേഖുന പറഞ്ഞിട്ടുണ്ടല്ലോ കുവൈത്തിലേക്കൊരു വിസ ഉണ്ടെന്ന്. അപ്പോൾ അതാണോ അറിയില്ല. അങ്ങനെ കയ്യിലുള്ള പാസ്പോർട്ടിൻ്റെ കോപ്പി കൊടുത്തിട്ട് പറഞ്ഞു, നിങ്ങൾ നാട്ടിലേക്ക് പോയിക്കോ, ഞാൻ 10-15 ദിവസം കൊണ്ട് അങ്ങോട്ട് നിങ്ങൾക്ക് അന്ന് കമ്പി അടിയോ നിങ്ങൾക്ക് മെസ്സേജ് അയക്കാം, നിങ്ങൾ അന്നേരം ഇങ്ങോട്ട് വന്നാൽ മതിയെന്ന്. അങ്ങനെ ജ്യേഷ്ഠനെ സൗദിയിലേക്ക് പറഞ്ഞയച്ചു. അവിടുന്ന് തിരിച്ചു പോരുകയാണ്. നാട്ടിലെത്തി. കാരണം ആ വിസ ശരിയാണോ ഒന്നും അറിയുന്നില്ല, വിസ ഉണ്ടോയെന്നറിയില്ല. അടുത്ത ദിവസം തന്നെ വിവരം വരുന്നു, കുവൈത്തിലേക്കുള്ള വിസ റെഡിയാണ്. അത് ശരിയാണോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് മറ്റും അറിയാൻ ബോംബെയിലേക്ക് വീണ്ടും പോവുകയാണ്. ബോംബെയിലേക്ക് പോയി അവിടുന്ന് അത് ശരിയാണോ എന്ന് നോക്കുമ്പോഴൊക്കെ റെഡിയാണ്. അവിടുന്ന് തന്നെ കയറാൻ പറഞ്ഞു. അവിടുന്ന് കയറുകയാണ്. ഒരാളോട് യാത്ര പറഞ്ഞിട്ടില്ല. കാരണം ആദ്യം യാത്ര പറഞ്ഞത് ഖത്തറിലേക്ക് യാത്ര പറഞ്ഞപ്പോൾ പോകാൻ കഴിഞ്ഞിട്ടില്ല. ഷേഖുന പറഞ്ഞു ഖത്തറിലേക്ക് വിസ ഇല്ല, കുവൈത്തിലേക്ക് ഒരു വിസ വരും, അതിന് പോകാം. അങ്ങനെ കുവൈത്തിലേക്ക് വിസക്ക് കിട്ടുകയും വിസ എടുത്ത് കുവൈത്തിലെത്തിയതിന് ശേഷമാണ് കുടുംബങ്ങളൊക്കെ വിളിച്ചു പറയുന്നത്, ഞാൻ ഇങ്ങ് കുവൈത്തിലെത്തിയിട്ടുണ്ടെന്ന്. സുബ്ഹാനല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു തആല
ഷേഖുനക്ക് കൊടുത്ത ഫضലും ഷേഖുനക്ക് കൊടുത്ത മദതും ഷേഖുനയിലൂടെ നമുക്ക് തന്നിട്ടുള്ള വലിയ അനുഗ്രഹങ്ങളും ചില്ലറയല്ല. അല്ലാഹു സുബ്ഹാനഹു തആല മഹാനവറുകളുടെ പൊരുത്തത്തിലായി നമ്മളൊക്കെ നന്നാക്കി തരുമാറാകട്ടെ. അവിടുത്തെ പൊരുത്തത്തിലായി ജീവിക്കാൻ അല്ലാഹു തആല നമുക്കൊക്കെ ഭാഗ്യം നൽകുമാറാകട്ടെ.